തിരികെ വാർത്തകളിലേക്ക്. AICC താക്കീതിന് പിന്നാലെയും പറഞ്ഞതിൽ ഉറച്ച ശശി തരൂർ ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്നാണ് തരൂരിൻ്റെ പക്ഷം. താക്കീത് മറികടന്നാൽ തരൂരിനെതിരെ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കം. വിവരം നൽകാൻ ശാലിനി ചേരും. എന്തായാലും ഈ ഒരു AICC താക്കീത് ഇതിന് പിന്നാലെയാണ് താൻ പറഞ്ഞതിൽ ശശി തരൂർ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട്. ശശി തരൂർ ആ നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ശരി എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞത്, ഇക്കാര്യം മാത്രമാണ് വ്യക്തമാക്കിയത് എന്നാണ് തരൂരിൻ്റെ പക്ഷം. താക്കീത് മറികടന്നാൽ തരൂരിനെതിരെ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കം ഉള്ളത്. ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശാലിനി, ഈ ഒരു AICC താക്കീതിന് പിന്നാലെയും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ശശി തരൂരിൻ്റെ നിലപാട്, അല്ലേ? നിഖില, അത്തരത്തിൽ തന്നെയാണ്. AICC അത്തരത്തിലൊരു കടുത്ത നിലപാട് കൂടി ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ഒരു താക്കീത് നൽകി ശശി തരൂരിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പിടികൊടുക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ന് രാവിലെ കൂടി ശശി തരൂർ MP ആവർത്തിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും പാർട്ടി നിലപാടിന് വിരുദ്ധമായി ശശി തരൂർ പ്രവർത്തിക്കുന്നു എന്ന് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗത്തിലാണ് ഒരു വിമർശനമായി ഉയർന്നു വന്നത്. ആ വിമർശനം പിന്നീട് താക്കീതാവുകയും ഒരു മുന്നറിയിപ്പ് രൂപേണ തരൂരിനെ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ താൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, തന്റെ നിലപാടിൽ നിന്ന് താൻ വ്യതിചലിക്കുന്നില്ല, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന സാഹചര്യത്തിലടക്കം വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതൃത്വം അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിന് വിരുദ്ധ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ ഉയർത്തിക്കാട്ടിയും ശശി തരൂർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ മുൻകാലങ്ങളിലും അത്തരത്തിൽ അദ്ദേഹം പ്രകീർത്തിച്ച സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് പാർട്ടിക്ക് അതീതനായി ശശി തരൂർ പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനം ഉയരുകയും ആ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു താക്കീത് രൂപേണ ഒരു മുന്നറിയിപ്പ് ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തത് ഹൈക്കമാൻഡ്. പക്ഷേ ഹൈക്കമാൻഡിന് മുന്നിൽ നിന്നുകൊടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി പറയുന്നത് കേൾക്കാനോ താൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പൊതു അഭിപ്രായത്തോടൊപ്പം തന്റെ അഭിപ്രായവും പറയും എന്നുള്ളതാണ് തരൂർ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാലും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കടുത്ത താക്കീതിലേക്ക്, അതായത് സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് തൽക്കാലം പോകില്ല. ഒരു MP ആണ്, പ്രവർത്തക സമിതി അംഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ താക്കീത് നൽകി ശശി തരൂരിനെ നിലക്കി നിർത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുക എന്നുള്ളതാണ്. AICC നേതൃത്വം അതുതന്നെയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പുനഃസംഘടന അടക്കമുള്ള നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ ഒരു വലിയ വിവാദത്തിലേക്കോ ചർച്ചയിലേക്കോ ഒന്നും ഇത് വഴിവെക്കാതെ പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ശ്രമം നടക്കുന്നത്. പക്ഷേ അതിൽ ഏത് തരത്തിൽ ഇനി ശശി തരൂർ ഇടപെടൽ നടത്തും, പ്രതികരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെയും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിഖില.